രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ മുന്നിൽ വന്നാൽ ഞാൻ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കും എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കാൻ പറ്റിയ ആൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു കുഴിയുടെ ചെളിക്കുഴി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ വായിക്കേണ്ടത് എന്താണ് തിയോഫിൻ? മനു, പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ സ്വീകരിക്കുകയും രാഹുലിനെ കണ്ടപ്പോൾ ഹസ്താനം ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവിനോട് ഇത് ശരിയാണോ എന്ന വിവരം മാധ്യമങ്ങൾ തേടുന്നത്. കാരണം നേരത്തെ തന്നെ രാഹുലിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ പാർട്ടിയിൽ ആവശ്യപ്പെട്ടയാളാണ് വി ഡി സതീശൻ. ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. ആ നിലപാടിൻ്റെ പേരിലാണ്, അതായത് ഞങ്ങൾ ഉടനടി നടപടിയെടുത്തു എന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്ന സതീശൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ഇപ്പോൾ നേതാക്കൾ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ, രാഹുലിനെ അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ വി ഡി സതീശന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന അവസ്ഥയിലാണ്. അപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു സംഭവമില്ല, അങ്ങനെയല്ല, എന്നെ ഒറ്റപ്പെടുത്തുകയല്ല, പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. പക്ഷേ പാർട്ടിക്ക് പുറത്താണ് അല്ലെങ്കിൽ സസ്പെൻഷനിലാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അയാൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ ഒരാളെ ഒഴിവാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഒരു ഹസ്താനം നൽകിയതിൽ തെറ്റില്ല. എൻ്റെ മുന്നിൽ കണ്ടാൽ ഞാനും ഷെയ്ഖ് ഹാൻഡ് ചെയ്യും എന്ന് പറയുന്നത് ആ സ്ഥാനത്താണ്. അതോടൊപ്പം തന്നെ ഇതിന് ന്യായീകരിക്കാനായി ഒരു വരി കൂടി വി ഡി സതീശൻ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി വിട്ടു പോയ പി സരിനെ വഴിയിൽ വെച്ച് കണ്ടാലും ഞാൻ സംസാരിക്കും, ഷെയ്ഖ് ഹാൻഡ് കൊടുക്കും എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം മാങ്കൂട്ടത്തിനെതിരെ എടുത്ത സരിൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നത് എപ്പോഴാണ്? ഇവരുടെ ശരിയല്ലാത്ത നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സരിൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ലൈംഗികാരോപണ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടും രണ്ട് സാഹചര്യമാണ്. അത് വെച്ചുകൊണ്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അതൊരു വിഷയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പാർട്ടിയുടെ അറിവോടെയല്ല, പാർട്ടിയുടെ നിർദ്ദേശത്തോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നത് എന്ന് പറയാൻ ഇവർ ഭയപ്പെടുന്നത്, മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഒറ്റ മറുപടി പറഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളില്ലല്ലോ. മനു, അത്തരത്തിലൊരു വ്യക്തമായ മറുപടി അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ മറുപടി പറയാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമാന സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം എതിർപക്ഷത്ത് പോയ ആളോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഇല്ലാത്ത ആളോ എന്നത് മാത്രമാണ്. രാഹുലിനെതിരെയുള്ള വിഷയമോ ആ പരാതികളോ അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് എന്നത് ഈ നേതാക്കൾ മിണ്ടുന്നില്ല. സതീശനും അത് പറയുന്നില്ല. കാരണം ഇത് രണ്ടും സമാന സാഹചര്യമല്ലല്ലോ എന്നത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിലേക്ക് പ്രതികരിക്കാതെ തന്നെ പോവുകയായിരുന്നു സതീശൻ ചെയ്തത്. എന്തായാലും സതീശൻ പറയുന്നത്, ഇപ്പോൾ അയാൾ പാർട്ടിക്ക് പുറത്താണ് എങ്കിൽ കൂടിയും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്, അറിയാവുന്നവരാണ്. അവർ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടാൽ ഒന്ന് സംസാരിക്കുന്നതിലോ കൈകൊടുക്കുന്നതിലോ തെറ്റില്ല എന്ന ന്യായമാണ് സതീശൻ ഉന്നയിക്കുന്നത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. സതീശനെ എതിർക്കുന്ന അല്ലെങ്കിൽ സതീശനെ മറുപക്ഷത്ത് നിൽക്കുന്ന കുറേ നേതാക്കൾ രാഹുലിനെ എടുത്ത നടപടിയിൽ പ്രതിഷേധമുള്ളവരുണ്ട്. അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു അത്തരത്തിലൊരു നെക്സസ് സതീശനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ തനിക്കെതിരായി കൂടുതൽ നീക്കത്തിലേക്ക് പോകേണ്ട എന്നതാണോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്, ഈ നേതാക്കളുടെ നടപടിയിൽ തെറ്റില്ല, അല്ലെങ്കിൽ അവർ രാഹുൽ മാങ്കൂട്ടത്തോട് സംസാരിച്ചതിലും കൈ നൽകിയതിലും ഒന്നും തെറ്റില്ല എന്ന് പറഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. മനു, ശരി.